പ്രിയ പ്രേക്ഷകരെ, ഇന്ന് കുടുംബമായിട്ട് ഒരു സിനിമ കണ്ടു. ബ്ലാസ്റ്റ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ, അതായത് നമ്മുടെ സർവമായയിലെ നടിയാണ് ഒരാൾ. പിന്നെ ഡയറക്ടർ സുഭാഷ് കെ രാജ്, അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ്. മ്യൂസിക് രവി ബസൂറാണ്. ഇപ്പൊ ഈ പടം ഏകദേശം 14 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന ഒരു സാധാ ഒരു ആക്ഷൻ സിനിമയാണ് ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റ് സിനിമ ഞാനും കുടുംബമായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടു. ഇന്ന് രാത്രി 9:30 ഷോ ഉണ്ട്. ഇപ്പൊ വീട്ടിൽ വന്നിരുന്നിട്ട് ബ്ലോഗ് ചെയ്യാണ്. 2 പടം കണ്ടു. അതിലാദ്യം കറുപ്പ് കണ്ടു. അതിനുശേഷം 9:30 ഈ സിനിമ കണ്ടു. ബ്ലാസ്റ്റ് സിനിമയ്ക്ക് നല്ല റിവ്യൂ ആണ് പത്രത്തിൽ കിട്ടിയിരിക്കുന്നത്. നല്ല റിവ്യൂ, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിലിമാണ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റിൽ ആക്ഷൻ കിങ് അർജുൻ്റെ ഈ ആക്ഷൻ ലെവലിൽ തിരിച്ചു വരുന്നതും, പിന്നെ നമ്മുടെ 2 നടിമാർക്ക്, 2 വുമൻസിന് മുന്തിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമയാണ് കേട്ടോ. നമുക്കിപ്പോൾ വുമൻസ് ഓറിയന്റഡ് സിനിമകൾ വളരെ കുറവാണ്. ഇനി ഇറക്കിയാൽ തന്നെ ജയിക്കാനുള്ള സാധ്യതയൊക്കെ കുറച്ച് കുറവാണ്. നയൻതാരയൊക്കെ വെച്ചൊക്കെ 5-6 സിനിമകൾ ഓടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വുമൻസ് ഓറിയന്റഡ് ആയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ പിടിക്കുന്നത് വലിയ പാടാണ്. പക്ഷെ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഈ സിനിമ ആക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത് അർജുനെ ബേസ് ചെയ്ത് അല്ല ഈ പടം നിൽക്കുന്നത്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. ഒരു കുടുംബം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാൽ ആ കുടുംബത്തിൽ അവർ കൊടുത്തിട്ടുള്ള ബേസ് അനുസരിച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ. ഇതിൻ്റെ കഥയൊന്നും വലിയ ഹൈലി ക്വാളിറ്റി കഥയോ അങ്ങനെയൊന്നുമില്ല. ആ റൂട്ടിലുമല്ല കഥ പോണത്. കഥയൊക്കെ നമുക്കൊരു മീഡിയ രീതിയിൽ തന്നെയാണ് കഥ പോണത്. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് രീതി 2.5 മണിക്കൂർ, 2 മണിക്കൂർ 24 മിനിറ്റും ഈ പടത്തിൻ്റെ വിഷ്വലും ഇതിൻ്റെ ആക്ഷനും ഇതിന്റെ ക്യാമറ വർക്കും ഒക്കെ, ഇതിന്റെ ഡയറക്ഷനും ഒക്കെ കൂടെ മൊത്തത്തിലെടുത്തിട്ട് പോയാൽ പടം നല്ല പടമാണ്. 10-ൽ 9 സ്റ്റാർ കൊടുക്കാം. കാരണം ഒരു സാധാ ചിത്രത്തിന് ഇത്രയും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് 10-ൽ 9 സ്റ്റാർ കൊടുക്കാം. ഇനി ഈ പടത്തിന്റെ ആക്ഷനെ കുറിച്ച്, നമ്മുടെ ഒരു സാധാ സിനിമയ്ക്ക് നിങ്ങൾ ആലോചിക്കണം, 18 കോടി ബഡ്ജറ്റിലേക്ക് ഒരു ആക്ഷൻ സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റാണ്. ഏറ്റവും നമ്മളൊരു സിനിമ എടുക്കണമെങ്കിൽ 4-5 കോടിയുടെ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ അർജുനെ ഇതുപോലുള്ള നടിമാരെ വെച്ചിട്ടൊക്കെ സിനിമ ചെയ്യുമ്പോൾ 18 കോടി രൂപ, പ്രത്യേകിച്ച് ഒരു ആക്ഷൻ ബഡ്ജറ്റ്, ആക്ഷൻ ഡാൻസ് ഇതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് കോസ്റ്റാണ്. അത് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവില്ല. പറഞ്ഞാലും പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. ആക്ഷനൊക്കെ എടുക്കാൻ കോസ്റ്റ്, സാധാ നമ്മളൊരു ഫ്രെയിം വെച്ച് 50 ഷോട്ട് എടുക്കുന്നതിന്റെ ചിലവ് വരും ഒരു ആക്ഷൻ സീക്വൻസ് മാത്രം ഷൂട്ട് ചെയ്തെടുക്കാൻ. അത്ര എക്സ്പെൻസ് ആണ്. അതുപോലെയാണ് ഡാൻസ് സീനൊക്കെ. അതുകൊണ്ടാണ് പല പടങ്ങളുടെയും ബഡ്ജറ്റ് കുതിപ്പിച്ച് കയറ്റണത്. ഇതൊക്കെ വളരെ സ്ലോ റണ്ണിങ്ങിലൊക്കെയാണ് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഇതല്ല, അങ്ങനെ എടുത്തിരിക്കുന്ന ആക്ഷൻ ചിത്രമാണത്. ഈ സിനിമയുടെ പിന്നിൽ അർജുൻ്റെ ഒപ്പം അഭിനയിച്ച അഭിരാമിയും പ്രീതി മുകുന്ദനും എടുത്തിരിക്കുന്ന എഫോർട്ട് അഭിനന്ദിക്കാതിരിക്കാനേ പറ്റില്ല. അഭിരാമി നല്ല സ്ലിമ്മായി, സ്മാർട്ടായി, ഹാൻസമായി എന്നുള്ളതിലുപരി നല്ല ആക്ഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിരിക്കുന്നു. പ്രീതി മുകുന്ദനും അത് ചെയ്തിരിക്കുന്നു. അർജുൻ അത് ചെയ്താൽ ഞാൻ ഞെട്ടില്ല. അർജുൻ ഒരു ബേസിക് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരനാണ്. പ്രീതിയൊക്കെ നല്ല ഡാൻസറാണ്, അത്യാവശ്യം അഭിനയിക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് ആയുധങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി നല്ല എഫോർട്ട് എടുത്തിരിക്കുന്നു. അത് സ്ക്രീൻ പ്രസന്റിൽ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇവരെ ആക്ഷൻ, പ്രീതിയുടെയും നമ്മുടെ അഭിരാമിയുടെയും ആക്ഷന് 10-ൽ 10 സ്റ്റാർ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം 2 വുമൻസിന്റെ അടിയാണ്. അത്ര സ്റ്റൈലായിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ അത് സൂപ്പർ ഫിലിം. ആ ആക്ഷനെ മാറ്റി വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാ ഒരു ഓർഡിനറി പടം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കണ്ട ചിത്രമാണ്. നല്ല എക്സലന്റ് മൂവി, തിയേറ്ററിൽ കാണാൻ പറ്റുന്ന നല്ല മൂവി. ഇതൊക്കെ ഇത്തരം സിനിമകൾ വരണം. ആ രീതിയിൽ പടങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്കും പയ്യന്മാർക്കും പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ നല്ല നോളജിലാണ്. പഴയ ആൾക്കാർ പറയും നോളജിലല്ലത്. എന്നെക്കാളും 1000 മടങ്ങ് നോളജിലാണ് എൻ്റെ കുട്ടിക്കൊക്കെ. അതിൻ്റെ 50,000 മടങ്ങ് നോളജാണ് ഈ ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു സ്പോർട്സ് താരങ്ങൾ, സയന്റിസ്റ്റുകൾ,
പിള്ളേരൊക്കെ നല്ല നോളജിലാണ്. അത്രയും നോളജിലുള്ളതുകൊണ്ട് കുട്ടികൾ കിടന്നു ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അനുഭവങ്ങളുടെ രീതിയിൽ നമ്മളും കുട്ടികളും തമ്മിൽ കുറേ വ്യത്യാസം കാണും. കാരണം ഒരു 90s ആയ എൻ്റെ അനുഭവം ആ കാലഘട്ടത്തിലുള്ള അനുഭവം നമ്മുടെ കുട്ടിക്ക് കിട്ടണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രീതി മുകുന്ദനൊന്നും കിട്ടണമെന്നില്ലല്ലോ. പക്ഷേ പ്രീതി മുകുന്ദൻ പക്ഷേ അവർ നേടിയിരിക്കുന്ന നോളജ്, അവരെടുക്കുന്ന എഫോർട്ട്, മറ്റു കാര്യങ്ങളൊക്കെ അജഗജാന്തരം മുന്നിലാണ്. നമ്മളെക്കാരൊക്കെ 1000 മടങ്ങ് മുന്നിലാണ്, ലക്ഷക്കണക്കിന് മടങ്ങ് മുന്നിലാണെന്നാണ് 50 വയസ്സായി ഞാനൊക്കെ പറയുന്നത്. അത്രയും എഫിഷ്യൻ്റാണ് ഇന്നത്തെ പുതിയ പിള്ളേർ. അവർ വളരെ ടെക്നിക്കൽ സൈഡിലും സാമ്പത്തിക സൈഡിലും മറ്റു പല എഫിഷ്യൻസിയിലൊക്കെ വളരെ ഫ്രണ്ടിലാണ്. അപ്പം അത്രയും റിസ്ക് എടുത്ത് ആ പിള്ളേരൊക്കെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട്. ക്യാമറ എല്ലാം നന്നായിട്ട് ചലിച്ചിട്ടുണ്ട്. ഒരു ലോ ബഡ്ജറ്റ് ചിത്രം ഒരു നല്ലൊരു ആക്ഷൻ മൂഡിൽ കൊണ്ടുവന്ന ആക്ഷൻ ലെവലിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല പെർഫെക്റ്റ് ആക്ഷനാണ്. അത് കാണുന്നവർ പലതും പറയും. ഇപ്പോൾ ഈ പെൺകുട്ടികൾ നന്നായിട്ടൊന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈ തിയേറ്ററിൻ്റെ പുറകിൽ നിന്ന് കുറച്ച് ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പയ്യന്മാരൊക്കെ തന്നെയാണ്. അതൊക്കെ ഞാൻ പറയണില്ല, അതൊരു തരം ഇപ്പോഴും പുരുഷൻ്റെ ഉള്ളിലുള്ള വിവേചനത്തിൻ്റെ ഒരു കാര്യം തന്നെന്ന് ഞാൻ പറയും. നമ്മളെക്കാളും കൂടുതൽ എഫോർട്ടോടെ സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി. ഞാൻ ചോദിക്കട്ടെ, വിജയ് 1000 പേര് അടിച്ചാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ഭയങ്കര കൈയടിക്കണല്ലോ. സൂര്യ 1000 പേര് അടിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കണില്ലേ? കൈയടിക്കണുള്ളല്ലോ. രജനികാന്ത് 10,000 പേര് അടിച്ചാൽ നിങ്ങൾ കൈയടിക്കണുണ്ടല്ലോ. ജാക്കി ചാൻ, ബ്രെഡ്ലി, പഴയ റോംബോ, അങ്ങനെ ആരൊക്കെ ഇംഗ്ലീഷ് മുതൽ ഇങ്ങോട്ടല്ല. പക്ഷെ 2 പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല നീറ്റാ കരാട്ടെ പഠിച്ച് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ എല്ലുതെരുപ്പാണ്? അതൊരു തരം മേധാവിത്വമാണ്, സിംഗിൾ മേധാവിത്വമാണ്, ഇടുങ്ങിയ ചിന്തകളുള്ളവരുടെ ലക്ഷണമാണ്. അവരൊക്കെ സമൂഹത്തിന് ദോഷവും ഉപദ്രവകാരികളുമാണ്. സമൂഹത്തിന് മാത്രമല്ല, അവരൊക്കെ ഉപദ്രവകാരികളാണ്. അപ്പം അത്തരം ഒരു മൈൻഡ് ഓഫ് വ്യൂ പ്രേക്ഷകർ മുമ്പ് പറയണം, നിങ്ങളെല്ലാവരും മാറ്റേണ്ടതുണ്ട്. മാറിയാലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഇന്നീ സമ്പന്നതയെല്ലാം മുന്നോട്ട് പോകുന്നതും നിങ്ങൾ നല്ല ലക്ഷണമായിട്ട് ജീവിക്കുന്നതും ഒക്കെ എല്ലാവരും കൂടെ പണിയെടുത്തിട്ടാണ്. അതിൽ പുരുഷൻ്റെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ഇച്ചിരി കൂടിയിരിക്കും. ഒരു 90% വീടുകളിൽ, 10% വീടുകളിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ കൂടി നിൽക്കും. അപ്പോൾ ഇത്രയും രീതിയിൽ മുന്നോട്ട് പോകണ ഈ ലോകത്ത് ഇപ്പോഴും നിങ്ങൾക്ക് എന്തിൻ്റെ മേധാവിത്വമാണ്? ഇതിനെയൊക്കെ ഞാൻ എതിർക്കുന്ന ആളാണ്. എനിക്ക് ഇതിനോടൊന്നും മുമ്പ് യോജിപ്പില്ല, ഇപ്പോഴും യോജിപ്പില്ല. അവരുടേതായ ലോകത്ത് ബ്രില്യൻ്റാണ്, എഫോർട്ടാണ്. അത് ഏത് ജോബിലും അത് നമ്മൾ അങ്ങ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ എൻജോയ് ജീവിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ടാവും. അത് ലോകത്തെന്തും ഒരു കോഴിയും വേറൊരു കോഴിയും കൂടെ വന്ന് അടികൂടും. പിന്നെ അതിനെക്കാളും വലുതാണ്. ഇപ്പോൾ നമ്മളെല്ലാ മൃഗങ്ങളും എല്ലാം പ്രകൃതി നിയമമാണ്. അത് നോർമൽ കാര്യങ്ങളാണ്. പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു രീതിയിലെല്ലാം സുഖ ജീവിതമാണ് നമ്മൾ കോമൺ ആയിട്ട് ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇവർ വർക്കൗട്ട് ചെയ്തിട്ട് എഫിഷ്യൻ്റായിട്ട് വന്നിരിക്കുന്ന ചിത്രമാണ്. ആയിട്ട് ഈ പ്രീതി മുകുന്ദൻ്റെ കുഞ്ഞുകാലം അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വാട്ട് എ ബ്യൂട്ടി! ഒരു കൊച്ചുകുട്ടി, എന്നെ കരാട്ട പെർഫോമൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഇതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ പുറകെ നിങ്ങൾ കൂവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രജനീകാന്ത് ഇടിക്കുന്നതിന് പഞ്ചില്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല, വിജയ് ഇടിക്കുന്നതിന് പഞ്ചില്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല, സൂര്യ ഇടിക്കുന്നതിനും പഞ്ചില്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങനെ എക്സെട്ര ഒരുപാട് നടന്മാർ, ഇങ്ങനെ പല നടന്മാരും. പക്ഷെ നടിമാരിടിക്കുന്നതിൽ പഞ്ചോടെ ഇടിക്കുക, ഒരു ഹാർഡ് വർക്ക് ചെയ്തിടിച്ചാൽ നമുക്കൊരു എന്തോ ഒരു നീരസം ഇല്ലേ? ചില ആണുങ്ങൾക്ക്, സ്ത്രീകൾക്കും ഉണ്ടാവാതിരിക്കാം ഇതുപോലെ കേട്ടോ. അത് അസൂയ ഓർത്തുണ്ടാവണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത്തരം എല്ലാം അതിജീവിച്ച് ഇവരുടെ ബാല്യകാലം അവതരിപ്പിച്ച കുട്ടികളുണ്ട്. അതൊരു പെൺകുട്ടിയല്ലേ, എന്തുമാത്രം പെർഫോമൻസ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചിട്ടയോടെ പരിശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്ന് അഭിനയിക്കുന്നതാണ്. നിങ്ങളിത് ചെയ്തു പോകണം. നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഡാൻസ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു ദിവസം ഒരു കരാട്ടെ എന്ന് പറഞ്ഞാൽ കരാട്ടെ പോയി പഠിച്ചു നോക്കണം. അതിൻ്റെ പഞ്ച് എഫക്റ്റ്, നമ്മുടെ ബോഡി എന്ത് സ്ട്രെയിൻ ആവും, എത്രയോ മാസങ്ങളുടെ ഹാർഡ് വർക്കാണ്. അതിൻ്റെ ബ്രീത്തിങ് പോയിന്റ്, മസിൽസിൻ്റെ പവർ, ഇതൊക്കെ എങ്ങനെയാണ് കയറി വന്നപ്പോൾ ഇത് ഒരു ദിവസം പോയി ചെയ്തു നോക്കണം. നിങ്ങളൊന്ന് പോയി ഡാൻസ് ചെയ്ത് നോക്കണം. അങ്ങനെ നിങ്ങൾ പല വർക്കുകൾ പോയി ചെയ്തു നോക്കണം. നിങ്ങൾ ആ മല മറിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊന്ന് ഡാൻസ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ മല മറിക്കുമായിരിക്കും, നിങ്ങൾക്കൊന്ന് പാടാൻ പറ്റൂല. നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ പരിപാടികൾ ചെയ്യായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്പോർട്സ് താരമാവാൻ പറ്റണമെന്നില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഉള്ളവരുടെ
കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ എല്ലാ മേഖലയും ഇതാണ്. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റണമെന്നില്ല. നിങ്ങൾ പല കാര്യങ്ങളും മറിച്ച് നിന്നിരിക്കുന്നു. പക്ഷെ നിങ്ങൾ നല്ല ബ്രില്യൻ്റ് ആയ ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ ആവണമെന്നില്ല, ആകാൻ പറ്റണമെന്നില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ സാധാ എഞ്ചിനീയറുടെ കാര്യമല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ സ്പെഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ എല്ലാം ചെയ്തിട്ട് നമ്മളൊന്ന് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പോയി തിയേറ്ററിൽ ഇരുന്നിട്ട് എങ്ങനെയും കൂടെ വരെ ഇവിടെ എനിക്കൊന്നും പറയല്ല, അത് ചെയ്തു നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും പോയി ചെയ്തു നോക്കൂ. ഈ പെൺകുട്ടികളുടെ അടിയൊക്കെ കൂവിയെടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് കമന്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് പഞ്ച് ചെയ്ത് നോക്കൂ. ആ പൊസിഷനിൽ ഇരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 50 പഞ്ച് എടുത്ത് നോക്കും. അപ്പർ പഞ്ച്, മിഡിൽ പഞ്ച്, ഗ്രൗണ്ട് പഞ്ച്, ബ്ലോക്ക്, ബോഡിയുടെ ഇത് കോൺസെൻട്രേഷൻ. അടുത്തൊന്ന് നിങ്ങളൊന്ന് തെറ്റിയാവുന്ന പറ ഇടി മൂക്കിലൊക്കെ വാങ്ങിക്കും, മൂക്കിനും കണ്ണിലും ഒക്കെ ഇങ്ങനെ വീർത്ത് വരും. കത്തി വെച്ചൊക്കെ ചെയ്യണമെങ്കിൽ കുത്തുകൊണ്ട് അപ്പോൾ വീഴും. ഇതൊക്കെ ഒരു വലിയ വർക്കിന്റെ ഭാഗമാണ്. അതൊക്കെ മെഡിക്കർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾ കൂവാൻ കേട്ടോ. നിങ്ങൾ ഹെവി ബ്രില്യൻ്റ് ആണെങ്കിൽ കൂവും. ഇത് ഞാൻ പ്രേക്ഷകർത്തിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു. ഇതിനെയൊക്കെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. കാരണം സിനിമ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നത്. വളരെ നല്ല സിനിമ. തിയേറ്ററിൽ പോയി എല്ലാവരും ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറ്റുന്നവരൊക്കെ പോവുക. ഫാമിലി ആയിരുന്നു കൂടുതൽ. അത് എനിക്ക് സന്തോഷം തോന്നി. ഏകദേശം സെക്കൻഡ് സിനിമ കണ്ടപ്പോൾ ഒരു 250 200 സീറ്റോളം ആളുണ്ട്. അതിലൊരു 50ഓളം കുട്ടികളുണ്ട്. ഒരു 60ഓളം സ്ത്രീകൾ വരും. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കി 110 പേരായി. പിന്നെ 80 പുരുഷന്മാരേ ഉള്ളൂ. അത് ഈ സ്ത്രീകളുടെ കൂടെ വന്നവരുമാണ്. രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു. കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങി തുടങ്ങി. നമ്മൾ ആടൊക്കെ പകൽ പോലെയാണ്, നല്ല സൂപ്പറാണ് ഇപ്പോൾ. അതും കൂടെ പറയാണ്. പകല പോലെയാണ് റോഡൊക്കെ കിടക്കുന്നത്. രാത്രിയൊക്കെ ഒരു 20 ഹോട്ടൽ തുറന്നിരിപ്പുണ്ട്. പിന്നെ സ്ത്രീകളൊക്കെ പുറത്ത് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു അമ്മ 2 പെൺകുട്ടികളെയും കൊണ്ട്, ഇത്തിരി വളർന്ന പെൺകുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകണുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഒരു സേഫ്റ്റി, ധൈര്യം, നമ്മുടെ നാട് എത്ര മെച്ചുറാവണമെന്നൊക്കെയാണ് ഞങ്ങളെ വീക്ഷിക്കുന്നത്. നാട്ടിൽ പലരും അവരെ കുറ്റം പറയുമായിരിക്കും. അതൊക്കെ അറിവില്ല, അവനും 4 ചോറിനകത്തൊക്കെ ജീവിക്കുന്നവരിടത്തൊന്നും പറയാനില്ല. അങ്ങനെയുള്ളവർ കൂടെ ഉള്ളതാണ് ഈ ചിത്രം. അങ്ങനെയുള്ള ചിത്രം വളരെ മനോഹരമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ബ്ലാസ്റ്റ് കാണുക എന്നേ ഞാൻ പറയുള്ളൂ. പറ്റാത്തൊരു നാളൊരു കാലം വരുമ്പോൾ കാണുക. പക്ഷെ മറ്റുള്ളവർ അംഗീകരിക്കാൻ പഠിക്കുക, കഴിവുകൾ അംഗീകരിക്കാൻ പഠിക്കുക. ഇനി അംഗീകരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അവരോടോ പറയണില്ലല്ലോ. നിങ്ങളുടെ കുട്ടികൾ അവരൊന്നും പറയണില്ലല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾക്ക് ഇത്ര അസൂയ അടുത്തുള്ള ആളുടെ? അവരെന്തോ ചെയ്തിട്ട് പോന്നിട്ടെന്ന്. നിങ്ങൾക്ക് ഒരു ഉപദ്രവമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ അസൂയ? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നിങ്ങളുടെ ബാല്യകാലത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യേണ്ട എന്നുള്ള സ്വാർത്ഥതയാണോ എൻ്റെ പിന്നിൽ? നമ്മളൊന്ന് ചിന്തിച്ചും ആഴമായിട്ടും പഠിച്ചും സൈക്കോളജിക്കലി പരമായിട്ടും അല്ലാതെയൊക്കെ നോക്കി ഇതെല്ലാം എൻ്റെ പിന്നിലായിരിക്കും. ഇതെല്ലാം ഒരു ഈഗോ ക്ലാഷിംഗ് ആണ്. ഇതൊന്നും ഉണ്ടാകാതിരിക്കും. നിങ്ങളെ പണി നോക്കും എന്നേ ഞാൻ പറയുള്ളൂ. അത്ര മനോഹരമായിട്ടാണ് ഈ പടത്തിൽ ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ഈ കുട്ടികൾക്ക്, ഈ 2 പെൺകുട്ടികൾക്കും 10ൽ 10 മാർക്ക് കൊടുക്കാം. അർജുനും 10ൽ 10 മാർക്ക് കൊടുക്കുകയാണ്. പക്ഷെ അർജുനെ പോലുള്ള നടനെ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 9.5 കൊടുക്കാം. പടത്തിൻ്റെ ഡയറക്ഷന് 10ൽ ഒരു 7.5 കൊടുക്കുക. 8 വരെ മാക്സിമം. ക്യാമറ വർക്കിന് 10ൽ 7. കുറെ കൂടെ വരണം എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഓളമുള്ള നല്ല ചിത്രം ആണ് ബ്ലാസ്റ്റ്. കുടുംബത്തിനടുത്തും ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരൊരു 10ൽ 9 വരെ കൊടുക്കാൻ തയ്യാറാണ്. പടം മൊത്തത്തിൽ റേറ്റിംഗ് ഉള്ളതാണ്. 9 വരെ, 9.5 വരെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ബ്ലാസ്റ്റ്. യൂത്ത്, വുമൻസ് പവർ. അബക്സോളവും